നമസ്കാരം. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് ധർമ്മം. പലപ്പോഴും ദാനം ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ സനാതന ധർമ്മം അനുസരിച്ച് ധർമ്മം എന്ന വാക്കിന് അതിനേക്കാൾ വലിയ ഒരു അർത്ഥതലമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ധർമ്മം? ധൃ എന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്നാണ് ധർമ്മം എന്ന വാക്കുണ്ടായത്. ധരിക്കപ്പെടുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം. ലളിതമായി പറഞ്ഞാൽ ഓരോ വസ്തുവിനും ഓരോ ധർമ്മമുണ്ട്. ഉദാഹരണത്തിന് തീയുടെ ധർമ്മം ചൂട് നൽകുക എന്നതാണ്. വെള്ളത്തിന് ധർമ്മം ദാഹം തീർക്കുക എന്നതും തണുപ്പിക്കുക എന്നതുമാണ്. സൂര്യൻ അതിന്റെ ധർമ്മം തെറ്റിച്ചാൽ ഈ ലോകം തന്നെ ഇരുട്ടിലാകും. അതുപോലെ മനുഷ്യർക്കും ചില ധർമ്മങ്ങളുണ്ട്. മനുഷ്യന് ധർമ്മം എന്നത് അവന്റെ കടമയാണ്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനെ നമുക്ക് വേണമെങ്കിൽ മൂന്നായി തരംതിരിക്കാം: വ്യക്തിപരമായ ധർമ്മം, കുടുംബധർമ്മം, സാമൂഹിക ധർമ്മം. വ്യക്തിപരം എന്ന് പറയുമ്പോൾ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നതാണ്. കുടുംബധർമ്മം ഒരു മകനായിട്ടോ മകളായിട്ടോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുക എന്നതാണ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുക, സഹജീവികളെ സഹായിക്കുക എന്നിവയാണ് സാമൂഹിക ധർമ്മം. കളരിയിലായാലും ജീവിതത്തിലായാലും നമ്മൾ പഠിക്കുന്ന ആദ്യ പാഠം അച്ചടക്കമാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവനെ തടയുന്നതും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതും ധർമ്മമാണ്. സ്വന്തം ലാഭത്തിന് വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ധർമ്മം. ധർമ്മവും രക്ഷതി രക്ഷത, അതായത് ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ധർമ്മം സംരക്ഷിക്കും. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കടമകൾ പോലും സത്യസന്ധമായി ചെയ്യുമ്പോഴാണ് നമ്മൾ ധർമ്മം പാലിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ ശരിയെ നിങ്ങൾ തിരിച്ചറിയുക.